നിങ്ങളിപ്പോൾ ഒരുപാട് കാലമായില്ലേ, കുറേ കാലമായില്ലേ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നേരം ഒരിക്കലെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ്, നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെക്കും. ഇങ്ങനെ വെക്കുന്നേരം ക്ലും ക്ലും എന്നുള്ള ഒച്ച എങ്ങനെ വരും? എന്ത് നോട്ടിഫിക്കേഷൻ വരുന്ന ഒച്ച. ക്ലും ക്ലും എന്ന് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു ജാതി സൗണ്ടാ. ഓരോ ഫോണിലും ഓരോ ഒച്ച ഉണ്ടാവും. എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ഒച്ച ഉണ്ടാവും. സൗണ്ട്, നോട്ടിഫിക്കേഷൻ സൗണ്ട്. അതെന്താ ആട്ടെ, ഒച്ചനെ പറ്റിയല്ല ഇപ്പം പറയുന്നത്, നോട്ടിഫിക്കേഷൻ സൗണ്ടിനെ പറ്റിയല്ലേ. ഇങ്ങനെ ഈ ഒച്ച വരുന്നേരം അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഫോൺ എവിടെ വെച്ചതായിരിക്കും, അതിൻ്റെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോണിലേക്ക് എത്തി നോക്കും. അങ്ങനെ എത്തി നോക്കുന്ന നേരം ഓലിക്ക് ആ വന്ന മെസ്സേജ് എന്താണ്. വാട്സപ്പിൽ ആ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിക്ക് അത് ഇന്നാളാ വിട്ടത്, ഇന്നതാണ് മെസ്സേജ് എന്ന് ഈ നോക്കുന്ന ഒലിക്ക് ആണെന്ന് മനസ്സിലാക്കണം. ലോക്ക് സ്ക്രീനിൽ നമ്മളെ ഫോൺ തുറക്കൊന്നും വേണ്ട. ഇതിൽ ആരെങ്കിലും നമ്മൾ വെച്ചെടുത്ത് ഫോണിൽ നിന്ന് സമയം നോക്കാമെന്ന് വിചാരിച്ച് ഫോണിന്റെ പവർ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ ഡിസ്പ്ലേ ഓൺ ആവും. ഡിസ്പ്ലേ ഓൺ ആകുന്ന നേരം വന്ന മെസ്സേജ് ഉണ്ടാവും ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നു. അവിടെ നിന്ന് ഓലിക്കത് മനസ്സിലാക്കണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ചില സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും, നമ്മളെ പ്രൈവസീനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? അതായത് നമ്മളെ പ്രൈവസീനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഓഫാക്കണം. നമുക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകൾ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാവും. ഇതൊന്നും മറ്റൊരാൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഓഫാക്കണം. എങ്ങനെ ഓഫാക്കണം? ഇതൊന്നും പുതിയ കാര്യമല്ല കേട്ടോ, പഴയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പലരും ചെയ്തു വെക്കാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് നമുക്ക് നേരിട്ട് അനുഭവമുണ്ട്. പലരുടെ ഫോണിലും ഇങ്ങനെ കാണാം. ഇതൊന്നും ചെയ്തു വെക്കില്ല. ഇത് നിങ്ങൾ ചെയ്ത് വെക്കണം നിർബന്ധമായിട്ട്. കാരണം എന്താ വെച്ചാൽ പല പ്രശ്നങ്ങളും ഇങ്ങനത്തെ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട്, നമുക്ക് വരുന്ന മെസ്സേജുകൾ മറ്റുള്ള ആൾക്കാർ അറിയുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഒന്ന് ഓഫ് ആക്കി കളഞ്ഞാൽ മതി. ഓരോ ഫോണിലും ഓരോ രീതിയിൽ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാകുക. ഇപ്പോൾ സാംസങ്ങിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സൈഡിലേക്ക് നോക്കിക്കോ. സാംസങ് ഫോണിൽ അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഭാഗമുണ്ട്, ലോക്ക് സ്ക്രീൻ ഓപ്പൺ ചെയ്യുക. അവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗമുണ്ട്, ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ മേലെ ഐക്കൺ ഓൺലി ഡീറ്റെയിൽ ഇങ്ങനെ രണ്ടെണ്ണം കാണാം. ഇത് ഐക്കൺ ഓൺലിയിലാക്കി കൊടുക്കുക. ചില ഫോണുകളിൽ ഇങ്ങനെ അല്ല ഉണ്ടാകുക. അങ്ങനെയുള്ള ഫോണിൽ ഹൈഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഓഫ് ആക്കിയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അങ്ങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ മതി. നോട്ടിഫിക്കേഷൻ നമുക്ക് വരും കേട്ടോ, പക്ഷേ ലോക്ക് സ്ക്രീനിൽ കാണിക്കില്ല. കാണിക്കുന്നതിനായത് അപ്പോൾ അങ്ങ് ഓഫ് ആക്കുന്നതാണ് നല്ലത്. സംഭവം തിരിഞ്ഞിക്കുണ്ടെങ്കിൽ ഇത് തിരിയാത്ത ചങ്ങായിമാർ നിങ്ങൾക്ക് വേറെ ഉണ്ടാകില്ലേ, ഓലിക്കൊന്ന് തട്ടിക്കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നമുക്കൊരു ബൂസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയോ. താങ്ക് യു സോ മച്ച്.